ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ സ്വീകാര്യത കണ്ട് UDF നിലവിട്ടുള്ള എതിർപ്പിന്റെ മാർഗങ്ങൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുറമേരിയിൽ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. VD സതീശന് പെരുന്നുണയ്ക്കുള്ള അവാർഡ് നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തും പ്രചരിപ്പിക്കാൻ തയ്യാറാവുന്ന സ്ഥിതിവിശേഷത്തോടെയാണ് UDF LDFനെ നേരിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിമോഹവുമായി തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തുചാടിയവർ ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. അതിന്റെ ഫലമായി എന്തും വിളിച്ചു പറയുകയാണ്. ഒരു കൂട്ടർ അവനവന്റെ സാംസ്കാരിക നിലവാരം വെച്ച് ചെയ്യുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാവുന്നില്ല. അവരും അവരുടേതായ സംഭാവനകൾ നേരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവരുടെയെല്ലാം നേതൃത്വത്തിലിരിക്കുന്നവരുടെ സമീപനമാണ്. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം ഇവർക്കുണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ അവരും അവരുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ തരംതാണതും വസ്തുതാവിരുദ്ധവുമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് ഇത് ബോധ്യമായി വരികയാണ്. പൗരത്വ ഭേദഗതിയിൽ കൃത്യമായൊരു നിലപാട് പറയാൻ കോൺഗ്രസിന് ആവുന്നില്ല. RSS അവരുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. CAA സമരത്തിൽ കോൺഗ്രസിനെ എവിടെയും കണ്ടില്ല. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അത് പറയാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചത് ഇങ്ങനെയാണ്. പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി രാഹുൽ പ്രതികരിച്ചില്ല. ഏറ്റവും അവസാനം നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നപ്പോഴും പ്രതികരിച്ചില്ല. പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും എന്ന് ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അങ്ങനെയൊരു വാചകമുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഈ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പേര് പറയേണ്ടി വന്നത്. പ്രകടന പത്രിക വായിച്ചില്ല എന്ന വാചകത്തിന് VD സതീശന് മലയാള മനോരമ വൻ പിന്തുണ നൽകി. പിന്നീട് പ്രകടന പത്രികയിലെ ഖണ്ഡിക വായിച്ച് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തപ്പോൾ അങ്ങനെയൊരു വാക്ക് അതിലില്ല. സതീശന്റെ പെരുന്നുണ തകർന്നു. ഇതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പേജ് ഇതാണ്. അതിൽ അദ്ദേഹം പരാമർശിച്ച ഖണ്ഡിക ഇതാണ്. വെറുതെ കാണിക്കുകയല്ല, ആ ഖണ്ഡിക വായിച്ചു. ആ ഖണ്ഡികയിലോ ആ പ്രകടന പത്രികയിലോ പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കേ ഇല്ല. എന്തൊരു നുണയാണ്, പെരുന്നുണ ഇങ്ങനെ പറയാൻ പാടുള്ളൂ. DLF കാര്യത്തിൽ BJPയുമായി ആരാണ് അന്തർധാരയുണ്ടാക്കിയതെന്ന് സതീശന് അറിയില്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വധേരയുമായി ഉണ്ടാക്കിയ അന്തർധാര ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിനിടയിലാണ് വീണ്ടും പൊങ്ങി വന്നത്. 170 കോടി രൂപ കയ്യിൽ വാങ്ങിയപ്പോൾ BJPക്കും വധേരയ്ക്കും ക്ലീൻ ചിറ്റ് കിട്ടിയതും അന്തർധാര വ്യക്തമാക്കുന്നതാണ്. ശൈലജ ടീച്ചർ എല്ലാ ഘട്ടത്തിലും മികവാർന്ന രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെച്ചവരാണെന്നും പ്രതിസന്ധികളിൽ അവർക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നും അവർക്കുള്ള സ്വീകാര്യത കണ്ട് സമനില തെറ്റിയപ്പോഴാണ് നിലതെറ്റിയ പ്രവർത്തനം ചിലരിൽ നിന്നുണ്ടായതെന്നും അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ സ്വീകാര്യത വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോഴാണ് സമനില തെറ്റിയ ചിലര് സാധാരണ നില വിട്ടുകൊണ്ടുള്ള എതിർപ്പിന്റേതായ പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.